കൂട്ടുകാരെ നമ്മൾ ഇന്ന് വന്നേക്കണേ തമ്പനയിലിൽ കണ്ട പോലെ തന്നെ ഒരു കുട്ടി നിക്കറായിട്ടാണ് കേട്ടോ. അപ്പോൾ ജീൻസിൻ്റെ ഇതുപോലുള്ള കുട്ടി നിക്കറുകളൊക്കെ ഉണ്ടെങ്കിൽ അതായിട്ട് വേഗം വായ നമുക്ക് അടിപൊളി ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു ത്രെഡും കൂടി ഉണ്ട്. ഇത് എൻ്റെ ഒരു സ്കേർട്ടിൻ്റെ ബെൽറ്റ് പോലത്തെ ഒരു വള്ളിയാണ് കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം കട്ടിയുള്ളതാണ്. അപ്പോൾ നമ്മളത് ഇതുപോലത്തെ ഒരു നിക്കറാണ്ട് എടുത്തേക്കുന്നത്. അപ്പോൾ പോക്കറ്റുകളൊക്കെ ഇഷ്ടംപടിയുള്ള ഒരു നിക്കറാണെങ്കിൽ ഒത്തിരി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നിക്കറിൻ്റെ രണ്ട് കാലുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ച ഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയതായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെ ജീൻസിൽ ചെയ്തിട്ടുണ്ടാവും വലിയ ആളുകളുടെ, പക്ഷേ ചെറിയ കുട്ടികളുടെ നിക്കറിൽ ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് കേട്ടോ. ജീൻസ് ആകുമ്പോൾ കുറേ വേസ്റ്റ് വരുമെന്ന് പറയാം. ഇത് നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യുകയാണ്. ആ നിക്കർ മുഴുവനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് വശങ്ങളും നമ്മൾ ഇതുപോലെ തുറന്നിട്ട് നമുക്ക് രണ്ടും കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം ഇതിനകത്ത് 2-3 പോക്കറ്റുകൾ തന്നെ ഈ നിക്കറിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ബാഗായിട്ടാണ് നമ്മൾ ചെറിയൊരു ഹാൻഡ് ബാഗാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നമുക്കത് കണ്ടോ, ഫ്രണ്ടിൽ ഇതുപോലെ ഒരു കുഞ്ഞ് കള്ളിയുണ്ട്, സൈഡിൽ കള്ളിയുണ്ട്. അപ്പോൾ നമുക്ക് ചില്ലറകളൊക്കെ ഇടാം, അകത്ത് നമുക്ക് ഫോൺ ഇടാം, പൈസയൊക്കെ സൂക്ഷിക്കാം. ഓപ്പൺ ആയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇതിനകത്ത് സിബൊന്നും പിടിപ്പിക്കാനുള്ള വള്ളിയാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 വെട്ടിയെടുത്തിട്ട് 2 വശങ്ങളും ഇതുപോലെ വെച്ച് നോക്കാം. അപ്പോൾ എത്ര നീളം വീതിയൊക്കെ വേണം നോക്കിയിട്ട് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ഈ വീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അടിക്കുമ്പോൾ ചെറിയൊരു തയ്യൽ തുമ്പ് മാത്രം നമുക്ക് വിട്ടിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 നല്ല വശങ്ങളും ഇതുപോലെ ചേർത്ത് നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ 3 വശങ്ങളൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിൽ വെക്കാൻ പോണത് ഇതുപോലത്തെ ഒരു ത്രെഡാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ബെൽറ്റിൻ്റെ ഒക്കെ വള്ളി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജീൻസിൻ്റെ തന്നെ ഏതെങ്കിലും വള്ളി എടുത്ത് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഓപ്ഷനിൽ എന്താ ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 3 വശം ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കഴിയുമ്പോഴേക്കും നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. മെഷീൻ ഇടയ്ക്ക് കയറി പിടിച്ചിട്ട്. അപ്പോൾ ജീൻസും കൊണ്ടാണ് നമ്മൾ തുന്നണോണ്ട് സൂക്ഷിച്ച് തയ്ക്കാൻ നോക്കുക. നമ്മുടെ പിന്നെ സൂചി ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ സൂചി ഒടിഞ്ഞു പോയായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ ഇത് അടിച്ചു കഴിഞ്ഞ ശേഷം മറ്റേ അതിൻ്റെ വള്ളി വള്ളിയും കൂടി അടിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ അടിക്കുന്ന സമയത്താണത് നമ്മുടെ സൂചി ഒടിഞ്ഞു പോയേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ തുന്നിയെടുത്ത്, വേറെ സൂചി ഉണ്ടായിരുന്ന അത് ഇടാനുള്ള മടി കൊണ്ട് വേദന തുന്നിയെടുത്തോട്ടോ. അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് ഫ്രണ്ട് വശം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല രസമായിട്ടുണ്ടല്ലേ. ഫ്രണ്ടിൽ നമുക്ക് കോയിനൊക്കെ ഇട്ട് വെക്കാം. പിന്നെ കുഞ്ഞൊരു പോക്കറ്റ് ഉണ്ട്, സൈഡിലൊരു പോക്കറ്റ് ഉണ്ട്. അപ്പോൾ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. വലിയ ഫോണോ ഒരു ചെറിയ പേഴ്സൊക്കെ നമുക്ക് അകത്ത് വേണമെങ്കിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ത്രെഡ് ഒരു സാധാ നൂലാണ്, ആ നൂലെടുത്തിട്ട് നമ്മൾ തയ്ക്കണ തന്നെ നൂലെടുത്തിട്ട് നമ്മളിതുകൊണ്ട് സൈഡിലായിട്ട് തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചെറിയൊരു കീ ചെയിനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ നമ്മുടെ സൂപ്പർ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കീ ചെയിനാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അത് ഞാനകത്തേക്ക് തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു ബാഗ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീതിയോ നീളമൊക്കെ വീണ്ടും കുറക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ നോർമലി സൈഡിലൊക്കെ ചെറിയൊരു പൗച്ച് പോലെ നമ്മൾ കൊണ്ടുപോകാറില്ലേ, അപ്പോൾ അതുപോലത്തെ ഒരു ടൈപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലത്തെ ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ പൈസയൊക്കെ നമുക്ക് ഫ്രണ്ടിലെ പോക്കറ്റിൽ വെക്കാം. അപ്പോൾ അതിനകത്ത് ഇച്ചിരി നീളം കുറവായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം കേട്ടോ. പുറത്തേക്ക് തള്ളിയേക്കും. ചില്ലറയൊക്കെ ഇടാൻ പറ്റിയ കറക്റ്റ് പോക്കറ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഫ്രണ്ടിൽ. അപ്പോൾ ബാക്ക് സൈഡിൽ അതുപോലെ തന്നെ ചെറിയൊരു പോക്കറ്റ് ഉണ്ട്, നമുക്ക് ഫോൺ വെക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ബാഗ് സൈഡിലായിട്ടും ഇതുപോലെ ഇടാം കേട്ടോ. അപ്പോൾ സൈഡിലും ഇടാം, ക്രോസ് ആയിട്ടും ഇടാം, നീളം നല്ല കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യണ ത്രെഡ് അതുപോലെ നോക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അവരുടെ വലിയ ഇഷ്ടപ്പെടി ഇതുപോലത്തെ നിക്കറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ട് കൂട്ടുകാരെ. താങ്ക് യു, ബൈ.